കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ കീഴടങ്ങാനില്ല എന്ന അർജുൻ ആയങ്കിയുടെ ഭീഷണി പറ്റുമെങ്കിൽ കണ്ടുപിടിക്കാൻ പോലീസുകാരനോട് വെല്ലുവിളി. ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട് എന്നും കൊടുക്കാനുള്ളത് സമയത്ത് തന്നെ കൊടുക്കുമെന്നും ഊന്നുകൽ സ്റ്റേഷനിലെ SHOയ്ക്ക് ആയങ്കിയുടെ ഭീഷണി സന്ദേശം കേൾക്കാം. ഞാൻ നിന്നോട് കീഴടങ്ങാം, സ്റ്റേഷനിലേക്ക് വരാം എന്ന് പറഞ്ഞിട്ടും എനിക്കെന്നെ വന്ന് പിടിച്ചേ മതിയാവൂ എന്നുണ്ടെങ്കിൽ നീ എന്നെ വന്ന് പിടിക്കും. നീ ഇനി വന്ന് പിടിച്ചിട്ട് ഉണ്ടാക്കിയാൽ മതി. ഹൈക്കോടതിയിൽ ഞാൻ നിർത്തണമെന്ന് ഞാൻ വിചാരിച്ചതാണ്. ഞാൻ ഇനി ജാമ്യം എടുത്തിട്ടേ വരുന്നുള്ളൂ. അതിന് മുമ്പേ നിനക്ക് എന്നെ പിടിക്കാൻ വേണ്ടി പറ്റുമെങ്കിൽ ഈ പിടിക്കും. അപ്പോൾ അവന് കൊടുക്കേണ്ടതേ ഞാൻ കൊടുത്തിട്ടുള്ളൂ. കൊടുക്കേണ്ടത് കൊടുത്തിട്ടുമില്ല ഇതുവരെ. അത് കൊടുക്കും, അത് സമയമാകുമ്പോൾ ഞാൻ കൊടുക്കും. ഞാനിത് കുറച്ച് കാലമായി ഞാൻ പോലീസുകാർ കാണുന്നത് തുടങ്ങിയിട്ട് ഞാൻ ഈ കീഴടങ്ങുന്നുണ്ട്, ഹാജരാകുന്നു. അല്പമെങ്കിലും മാന്യമായിട്ട് കൈകാര്യം ചെയ്യടാ. ഒരു നിതിൻ സേവ്യർ വിവരങ്ങളുമായി ചേരുകയാണ്. നിതിൻ, പോലീസുകാരെ ഭീഷണിപ്പെടുത്തുന്ന സന്ദേശമാണ് ഈ കേൾക്കുന്നത്. അതാണ് മുഴുവൻ കേൾക്കാൻ കഴിയാത്തത്ര അസഭ്യവും ഉൾക്കൊള്ളുന്നു. തീർച്ചയായും, അതായത് ഈ കേസ് അന്വേഷിക്കുന്ന ഊന്നുകൽ സ്റ്റേഷനിലെ SHOയ്ക്ക് തന്നെ നേരിട്ട് അയക്കുന്ന സന്ദേശമാണ്. അതിന് മാത്രമൊക്കെ ധൈര്യം അർജുൻ ആയങ്കിക്ക് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാം. കഴിഞ്ഞ മെയ് മാസമാണ് ഇത്തരത്തിൽ സംഘടിത കുറ്റകൃത്യത്തിനായി ഗൂഢാലോചന നടത്തിയെന്ന കേസിന് സുഹൃത്തിന്റെ വിവാഹ ചടങ്ങിനെത്തിയ അർജുൻ ആയങ്കിയും ഒപ്പം മറ്റ് 6 പേരെയും കോതമംഗലം SHOയുടെ നേതൃത്വത്തിലുള്ള പോലീസ് പിടികൂടുന്നത്. പിന്നീട് 21 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം പുറത്തിറങ്ങിയപ്പോഴാണ് SHOയ്ക്കെതിരെ, കോതമംഗലം SHOയ്ക്കെതിരെ ഫേസ്ബുക്കിലൂടെ ഇത്തരത്തിലൊരു ഭീഷണി കുറിപ്പെഴുതുന്നത്. പെൻഷൻ വാങ്ങി ശിഷ്ടകാലം ജീവിക്കാൻ നിന്നെ അനുവദിക്കില്ല എന്നായിരുന്നു ഈ ഭീഷണി. ഇതിനെ തുടർന്നാണ് ഊന്നുകൽ പോലീസ് കേസെടുക്കുന്നത്. ഇതിനെയാണ് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി അർജുൻ ആയങ്കി ചെല്ലുന്നത്. കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയിരുന്നു. ഗുരുതരമായ നിരീക്ഷണങ്ങൾ, അതായത് കേസ് വളരെ ഗൗരവമുള്ളതാണ്, അതുകൊണ്ട് തന്നെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടത് അനിവാര്യമാണ് എന്നാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. അർജുൻ ആയങ്കി പുറത്തു നടന്നാൽ അത് കേസിനെ ബാധിക്കും, സാക്ഷികളെ സ്വാധീനിക്കും തുടങ്ങിയ കാര്യങ്ങളും ഹൈക്കോടതി കണ്ടെത്തിയിരുന്നു. തുടർന്ന് അർജുനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് ഊന്നുകൽ സിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തുകയും ചെയ്തു. അതിനിടയിലാണ് ആദ്യം ഈ CIക്ക് താൻ കീഴടങ്ങാമെന്ന് ഫേസ്ബുക്കിൽ ഇത്തരത്തിലൊരു മെസ്സേജ് അർജുൻ അയക്കുന്നത്. പക്ഷേ പിന്നീട് തന്റെ സുഹൃത്തുക്കളുടെ ലൊക്കേഷനിലെത്തി നിങ്ങൾ പേടിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വലിയ തോതിലുള്ള ഭീഷണിയും വെല്ലുവിളിയും. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചു കാണിക്കുക, താൻ ഹൈക്കോടതിയിൽ നിർത്താനായിരുന്നു ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ ഇനി താൻ നിർത്തില്ല, ജാമ്യം എടുത്ത ശേഷമേ താൻ പുറത്തു വരൂ എന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിടിച്ചു കാണിക്കൂ, താൻ ഒരുപാട് പോലീസുകാരെ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അത്തരം ഭീഷണികളൊന്നും തന്റെ നേരെ വേണ്ട എന്നാണ് അർജുൻ പറയുന്നത്. ഒപ്പം തന്നെ പഴയ പോലെ തന്നെയുള്ള കോതമംഗലം SHOയ്ക്കുള്ള ഭീഷണി അർജുൻ തുടരുന്നുണ്ട്. കൊടുക്കാനുള്ളത് എപ്പോഴായാലും താൻ കൊടുക്കും, കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് തീർത്തിട്ടുമുണ്ട്, അതൊക്കെ സമയത്ത് തന്നെ കൊടുക്കും എന്നാണ് അർജുൻ ആയങ്കിയുടെ ഭീഷണി. ഏതായാലും അർജുൻ ആയങ്കിയെ വൈകാതെ തന്നെ പിടികൂടുമെന്നാണ് പോലീസ് പറയുന്നത്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ സ്ഥിതിക്ക് വൈകാതെ തന്നെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് ഊന്നുകൽ SHOയുടെ നേതൃത്വത്തിലുള്ള സംഘം. മാധു, നിതിൻ സേവ്യറാണ് വിവരങ്ങൾ നൽകുന്നത്. നമുക്ക് ആ ഓഡിയോ സന്ദേശത്തിൽ വളരെ വ്യക്തമായ ഭീഷണി മനസ്സിലാവുകയും ചെയ്തു. ഇനിയിപ്പോ ജാമ്യം എടുത്തിട്ടേ ഉള്ളൂ, അതിനു മുമ്പ് പിടിക്കാൻ പറ്റുമെങ്കിൽ പിടിക്കുക എന്നാണ് പോലീസുകാരോടുള്ള വെല്ലുവിളി.